കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ആദിലയുടെയും നൂറയുടെയും തനി സ്വഭാവം ഷാനവാസ് കയ്യോടെ പൊക്കിയെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലത്തെ ആ ഒരു നോമിനേഷൻസ് നടന്നതോടുകൂടി. നോമിനേഷന് മുന്നേ തന്നെ ഷാനവാസിന് കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപും വ്യക്തമായിരുന്നു. നമ്മൾ പ്രേക്ഷകരും കണ്ടതാണ്. ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഷാനവാസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഷാനവാസ് കാന്നും പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കാനും ഇവരോട് പോയി സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ ഒരു കണക്ഷനും കാര്യങ്ങളും ഉണ്ട്. അത് ഷാനവാസ് വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കുകയും അവരെ ഒരു മക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരിമാരെ പോലെ കണ്ട് വളരെ പേഴ്സണൽ ആയിട്ട് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോയത് തന്നെയാണ് ഷാനവാസിനെ സംബന്ധിച്ച് ഏറ്റവും മണ്ടത്തരം കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പെങ്ങളൂട്ടി സ്നേഹം തന്നെയാണ് ഷാനവാസിന് ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള കാരണമെന്ന് ഞാൻ പറയും. അവരെപ്പോഴാണോ ഷാനവാസിന്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജിയിലേക്കോ അല്ലെങ്കിൽ ഗെയിമിനുള്ളിലേക്ക് അവരാ ഒരു എന്താ പറയുന്നത് പെങ്ങളൂട്ടി സ്നേഹം അല്ലെങ്കിൽ മക്കൾ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൂടെ ഒരു ബോണ്ടിങ് ഷാനവാസ് എപ്പോൾ ആരംഭിച്ചോ ആ സമയത്ത് തുടങ്ങി ഷാനവാസിന്റെ പതനം എന്ന് ഞാൻ പറയത്തുള്ളൂ. അനീഷുമായിട്ടൊരു സൗഹൃദമോ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓപ്പൺ ആയിട്ട് പോലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എതിർത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഷാനവാസ്, ആദില, നൂറ ഇവരുടെ ഒരു ബോണ്ട് അങ്ങനെയല്ലായിരുന്നു. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്ക് വേണ്ടി ഷാനവാസ് പോയി പെടുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നെവിന്റെ ഇഷ്യൂ തന്നെ എടുത്തത്, ഇവര് പോയിട്ട് അതിനകത്ത് ചാടി ഇവർക്ക് വേണ്ടിയിട്ടാണ് ഷാനവാസ് അതിനകത്ത് പോയി ചാടി എല്ലാ ഹേറ്റും ഷാനവാസ് സ്വന്തം തലയിലേക്ക് ഏറ്റെടുത്തത്. എനിവേസ് ആ ഒരു നന്ദി പോലും ഇവർക്കില്ല. പിന്നീടുള്ള സംഭാഷണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നൂറയ്ക്ക് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പോലും ആദില കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും നൂറയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദിലയ്ക്ക് ഒരു ഗെയിമിന്റെ ഭാഗം മാത്രമായിട്ട് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു അറ്റാച്ച്മെന്റും ഷാനവാസിന്റെ ഒക്കെ ഒരു ഫാൻ സപ്പോർട്ടൊക്കെ കണ്ടുകൊണ്ട് കൂടെ നിന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മിനിറ്റിന് ആദില ഈ എന്താ പറയുന്നത് സ്റ്റാൻഡ് മാറ്റത്തില്ലല്ലോ. നെവിന്റെ ഇഷ്യൂവിൽ ആദിലയും നൂറയും പെട്ടെന്ന് ഒരു പ്ലേറ്റ് മാറിയതാണ് റിയാസ് ഒക്കെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് പിന്നീട് തങ്ങൾക്ക് തന്നെ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും കയ്യെ കാലെ പിടിച്ച് ഷാനവാസിന്റെ കൂടെ കൂടി ഇങ്ങനെ മുൻപോട്ട് പോകുകയായിരുന്നു. ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ ഒന്ന് പൊരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇവര് പ്ലേറ്റ് മാറി. എന്തോ ഷാനവാസിന് നെഗറ്റീവ് ആണെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് കളം മാറ്റി ചവിട്ടി. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തിൽ ചെയ്തു എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ ഇങ്ങനെ മറുകണ്ടം ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കൺവിൻസ് ആവേണ്ട ഇവരുടെ ഈ ഒരു പ്രവർത്തികൾ. കാരണം പ്രീവിയസ് ഇവരുടെ പ്രവർത്തികളൊക്കെ എല്ലാവരും കണ്ടതാണ്. പല കണ്ടസ്റ്റൻസിനോടും ഇവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ, ഇവർ ഈ ഒരു സീസണിൽ മൊത്തം ന്യൂട്രൽ ആയിട്ട് നിന്ന് സേഫ് ഗെയിം കളിച്ച് എല്ലാവരെയും പതപ്പിച്ച് സുഖിപ്പിച്ച് ചിരിച്ച് കളിച്ചെല്ലാം നിൽക്കും. എന്നിട്ട് അവസരം കിട്ടുമ്പോൾ ഇവർ പിന്നീന്ന് കൂട്ടും. പക്ക ടോസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ടോസിക് സ്വഭാവമാണ് രണ്ടിന്റെ. നെവിന്റെ ആ ഒരു ഇഷ്യൂ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നെവിന്റെ ഇഷ്യൂ അല്ല, നെവിനും ഇവരും തമ്മിൽ നെവിൻ പുറത്തു പോകുന്ന ആ ഒരു ഇഷ്യൂ നടന്നായിരുന്നല്ലോ. ആ ഒരു സമയത്താണ് രണ്ടിന്റെയും തനിക്കോണം പുറത്തു വന്നത്. നെവിൻ അത് പുറത്തേക്ക് പോകുന്നത് ഇവര് കാരണമാണെന്നുള്ള രീതിയിൽ ഇവർ മാറ്റിയെടുക്കുകയും ആ ഒരു സമയത്ത് ഇവർ ഗോൾ അടിക്കാൻ ശ്രമിക്കുകയും ഭയങ്കര ഒരു ടോക്സിക് സ്വഭാവം ഇവരുടെ പുറത്തോട്ട് വന്നു. പക്ഷേ നെവിൻ തിരിച്ചു വന്നതോടുകൂടി ഇവർ ചമ്മി പോവുകയും പിന്നീട് സ്ലോലി നെവിനുമായിട്ടൊരു കമ്പനി കൂടി ആ ഒരു വിഷയങ്ങളൊക്കെ മാറ്റി മറ്റു പലരുമായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പല കണ്ടസ്റ്റൻസുമായിട്ട് ചെങ്ങാത്ത സ്ഥാപിച്ച് അവരുടെ കൂടെ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പേഴ്സണലി ഇവർ മാറിയിരുന്ന് ഇവരെ പറ്റി കുറ്റം പറയുകയും അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, ഇവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ സംസാരിക്കത്തില്ല. ഇവരുമായിട്ടൊരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രമേ ഇവർ പറയത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊന്നും മിണ്ടത്തില്ല. ഷാനവാസിനെ പോലും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആഴ്ചയിൽ. കൺവെൻഷൻ റൂമിൽ പോയിട്ട് ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സൗഹൃദം പെങ്ങൾ ആങ്ങള എന്നുള്ള ഒരു റിലേഷനും കാര്യങ്ങളും ഒരു യൂസ് ആൻഡ് ത്രോ രീതിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡി ബോഡി ഇങ്ങനെയുള്ള വിളികളും മാന്യമല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഇത്രയും നാളും ഇല്ലാതിരുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ. ഇത്രയും നാളും അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നു. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ തോന്നിയാസങ്ങൾക്കൊക്കെ എല്ലാം ഷാനവാസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവരും മിണ്ടാതെ ഇതും പറഞ്ഞ് അന്നൊന്നും ഇല്ലാത്ത ഒരു മെയിൽ ഷോവനിസം ഒക്കെ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വന്ന് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഷാനവാസിന് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു ദിവസം 24 അവേഴ്സിനുള്ളിലാണ് നമ്മുടെ ആദില മറുകണ്ഠം ചാടിയിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. ഇവർക്ക് നോമിനേറ്റ് ചെയ്യിക്കോ ആരെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരങ്ങളെല്ലാം ഇവർക്കുണ്ട്. ബട്ട് എല്ലാത്തിനും ഒരു മര്യാദയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് പക്ക ഫ്രോഡ് കളിച്ചിട്ട് മുന്നിൽ അഭിനയിച്ച് ഇവരിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇവരല്ല ഈ മെയിൽ ഷോവനിസം എന്നൊക്കെ പറഞ്ഞത് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞപ്പോഴേ ഷാനവാസിന് കാര്യം മനസ്സിലായി. എന്നിട്ട് ഷാനവാസിന്റെ മുമ്പിൽ അഭിനയിച്ച് അത് പിന്നെ ആര്യനെയാണ് വോട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നു. ആര്യന് ഓൾറെഡി 2 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്ന് അനുമോളാണ് ഓപ്പൺ നോമിനേഷനിൽ ചെയ്തിരിക്കുന്നത്, ഒന്ന് ഷാനവാസുമാണ് ചെയ്തിരിക്കുന്നത്. ഷാനവാസിന്റെ മുന്നിൽ പോയിട്ട് ഈ
സംഭവം എടുത്തിട്ട് അതിൽ അവിടെയും ചമ്മി നാറി. അതോടെ ഷാനവാസിന് കാര്യം മനസ്സിലായി, ഇവര് മുന്നിൽ നിന്ന് അഭിനയിച്ച് കാണിച്ച് പിന്നിൽ കൂടി നല്ല രീതിയിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം എനിക്കിതിനകത്ത് ഇത്രേ പറയാനുള്ളൂ, അവര് ഗെയിം കളിക്കുകയാണ്, ഷാനവാസ് അത് മനസ്സിലാക്കാതെ ഒരു പെങ്ങൾ ബോണ്ട് വെച്ചുകൊണ്ട് അതിനുള്ളിൽ പോയി. ഷാനവാസ് ശരിക്കും പെട്ടുപോയി. ഷാനവാസിനെ സംബന്ധിച്ച് ഒരു ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്. പുള്ളി ചൂടാകും, ദേഷ്യപ്പെടും, ചിലപ്പം നോർമലായിട്ട് സംസാരിക്കുന്നത് പോലെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പുറത്തേക്ക് വരും. എന്നിരുന്നാൽ പോലും പുള്ളിയുടെ മൈൻഡ് ഗെയിമിൽ പുള്ളിയുടെ കൂടെയുള്ളവരെ ഒന്നും പുള്ളി മാക്സിമം ഉൾപ്പെടുത്താറില്ല. അവരെ ഒരു സേഫ് സോണിലേക്ക് നിർത്തി അവർക്ക് വേണ്ടി പോയി തൂങ്ങുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി. സോ പുള്ളി ഈ റിലേഷൻഷിപ്പ് എല്ലാം പേഴ്സണലായി എടുത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പുള്ളിയുടെ ഗെയിം കൂടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് അവർ പരസ്പരം സംസാരിച്ച് റിലേഷനോ ബോണ്ടോ കാര്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അത് ഫേക്ക് ആണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ആണെന്നുണ്ടെങ്കിലും പുറത്തു പോയിട്ട് നടക്കട്ടെ. ഇതിനുള്ളിൽ അവരുടേതായിട്ടുള്ള ഗെയിം കളിച്ച് മുന്നോട്ട് പോവുക. ഷാനവാസിനും കാര്യങ്ങളൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് ഇനിയെങ്കിലും അവർ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഒക്കെ ആയിട്ട് വരുമ്പോൾ വീണ്ടും അതിനുള്ളിൽ പോയി പെട്ട് അവർക്ക് വേണ്ടി ഫേവറബിൾ ആയിട്ട് സംസാരിച്ച് മറ്റു പ്രശ്നങ്ങളിലും പോയി ഇടപെട്ട് പ്രേക്ഷകരുടെ വെറുപ്പ് നേടിയെടുക്കാതിരിക്കട്ടെ. ഇപ്പൊ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ പോലും ആദില ഷാനവാസുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഗെയിം കളിക്കൂ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്തെന്ന് വരും, അതുപോലെ നിങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്തു. അതായത് ആദില അവിടെയും സേഫ് അടിച്ച് പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവരോടൊരു വെറുപ്പ് വെക്കുന്നത് എന്ന്. ഷാനവാസ് എന്തിനാണ് ഇവരോടുള്ള വെറുപ്പ് എന്നുള്ള കാര്യം കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം നല്ല വ്യക്തമാണ്. ബട്ട് ഇവർ അവിടെ ഒരു ഗെയിം കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഷാനവാസിന് നല്ല രീതിയിൽ മനസ്സിലായി. സോ ഷാനവാസ് ഇനി മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തം ഗെയിം മുന്നിൽ കണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അനീഷുമായിട്ടുള്ള സൗഹൃദം പോലും ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുക. അനീഷും ഷാനവാസും പിന്നെ കുഴപ്പമില്ല, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഉണ്ടാക്കും. അത് ഓപ്പൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി അനീഷിനും ഷാനവാസിനും ഇല്ല. അവർ നേരിട്ട് തന്നെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ നടക്കുമോ നടക്കാതിരിക്കുമോ അതൊന്നും ഗെയിമിനെ ബാധിക്കുന്ന കാര്യമല്ല. ബട്ട് അതും ഒരു അകലത്തിൽ നിർത്തുന്നതായിരിക്കും ഷാനവാസിനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആണ്, റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വന്നൊരു സ്ഥലമല്ല. ഷാനവാസിന് ഇത്രയെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും പോയി ആ ഒരു കുഴിയിൽ വീണ് ഗെയിം നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.